ഹായ് സുഹൃത്തുക്കളെ, പണ്ട് കാലത്തെ ഫോട്ടോ എടുക്കുന്ന ക്യാമറകളാണിത്. ഇത് 1940കളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൊഡാക്കിൻ്റെ ഒരു ക്യാമറയാണ്. ഇത് 1950കളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന യാഷിക്കയുടെ ക്യാമറയാണ്. ഇതിനകത്തെല്ലാം 120 ഫിലിമാണ് ഇടുന്നത്. ഇതിനകത്ത് 12 ഫോട്ടോ എടുക്കാമായിരുന്നു. ഇത് അത് കഴിഞ്ഞ ശേഷം വന്നതിന് ശേഷം ഉടൻ ഫോട്ടോ വേണ്ടുന്ന പോളറോയിഡിൻ്റെ ക്യാമറയാണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോയൊക്കെ ആദ്യകാലങ്ങളിൽ 1 മിനിറ്റ് ഫോട്ടോ എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്യാമറയാണിത്. അത് കഴിഞ്ഞിപ്പോൾ ടെക്നോളജിയൊക്കെ മാറി ഡിജിറ്റലായി, സംവിധാനങ്ങളായി, ഫിലിം വേണ്ട എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. പക്ഷേ ആദ്യകാല ഫോട്ടോഗ്രാഫിക്ക് ഒരു കഥ പറയാനുണ്ട്. ഡാർക്ക് റൂമിലാണ് ഇവരുടെ ഇതിലെടുക്കുന്ന ഫിലിമെല്ലാം വാഷ് ചെയ്യുന്നത്. ശരിക്കും ഇരുട്ട് മുറിയിൽ കെമിക്കലിനകത്ത്, അതായത് 3 ഡിഷ് കാണും ഇരുട്ട് മുറിയിൽ. ആ ഡിഷിനകത്ത് ഒന്നിനകത്ത് വെള്ളം, സെൻട്രലെ ഡിഷിൽ വെള്ളമായിരിക്കും. ഇടതിലും വലതിലും ഒരിടത്ത് ഹൈപ്പോ എങ്കിൽ ഒരിടത്ത് കെമിക്കലായിരിക്കും. ഡെവലപ്പർ എന്ന് പറയും. ആദ്യം വെള്ളത്തിൽ ഫിലിം മുക്കിയതിന് ശേഷം നല്ലതുപോലെ നനച്ചതിന് ശേഷം ഫിലിമിൻ്റെ സൈഡിൽ മാത്രമേ കൈ പിടിക്കുകയുള്ളൂ. നനച്ചതിന് ശേഷം ഡെവലപ്പറിൽ ഇത് പ്രോസസ്സ് ചെയ്യും. പല പ്രാവശ്യം താപ്പോട്ടും മേപ്പോട്ടും അങ്ങനെ റോളിങ്ങനെ പതുക്കെ വളരെ വൃത്തിയായ കല്ലും തരിയൊന്നും ഇല്ലാത്ത, പൊടിയൊന്നും ഇല്ലാത്ത കെമിക്കലായിരിക്കും. അതിനകത്ത് ചെയ്തതിന് ശേഷം ഇത്ര മിനിറ്റ്, ആ മിനിറ്റ് അറിയുന്നത് പണ്ട് ടെക്നോളജി ഒന്നും ഇല്ലാത്തത് കൊണ്ട് 1, 2 എന്നുള്ള ടൈം സെക്കൻഡുകൾ എണ്ണിയാണ്. ചിലർ 60 സെക്കൻഡ് കൊണ്ട് 1 മിനിറ്റ് ആക്കും. ചിലർ അവരുടെ എണ്ണുന്ന സ്പീഡ് അനുസരിച്ച് 150 സെക്കൻഡ് കൊണ്ട് 1 മിനിറ്റ് ആക്കും. അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ ആ എണ്ണുന്ന സ്പീഡ്. അപ്പോൾ ടൈമിങ് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ആദ്യം ഫോട്ടോഗ്രാഫി പഠിക്കാൻ പോകുമ്പോൾ ഞങ്ങളൊക്കെ പഠിക്കാൻ പോകുമ്പോൾ 1, 2 എണ്ണാനാണ് പഠിപ്പിക്കുന്നത്. ആ ടൈം കറക്റ്റ് ചെയ്യും. 1 മിനിറ്റിൽ എത്ര എണ്ണും എന്നുള്ള ആ സ്പീഡ് കറക്റ്റ് ചെയ്താണ് ടൈം ലെവൽ ചെയ്യുന്നത്. അതിന് ശേഷമാണ് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഞങ്ങളൊക്കെ ഫോട്ടോഗ്രാഫിയൊക്കെ പഠിക്കുമ്പോൾ നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ ഏൽപ്പിക്കുന്നത്. ഇത് ഇരുട്ട് മുറിയിൽ ഡെവലപ്പ് ചെയ്തതിന് ശേഷം ഡെവലപ്പറിനകത്ത് ഇട്ടതിന് ശേഷം അതിൻ്റെ പ്രവർത്തനം, ആ ഡെവലപ്പ് പിന്നെ നടക്കാതിരിക്കാൻ വേണ്ടി നേരെ വീണ്ടും വെള്ളത്തിൽ കഴുകി ഹൈപ്പോയിലിടും. ഹൈപ്പോ അതിൻ്റെ ഫിക്സർ എന്നാണ് അതിന് പറയുന്നത്. അത് പ്രവർത്തനം പിന്നെ നടത്തത്തില്ല. അപ്പോൾ ഹൈപ്പോയിൽ ഇത്ര മിനിറ്റ് ഇട്ടതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷമാണ് വെട്ടത്തിറക്കുന്നത്. ഇതിനകത്ത് വല്ല ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ. അപ്പോൾ പണ്ട് കാലത്തെ ഫോട്ടോഗ്രാഫർമാരെ ഫോട്ടോ എടുക്കുമ്പോൾ ഒത്തിരി വേദനകളും കഷ്ടതകളും ഒക്കെ അനുഭവിച്ചിരുന്നു. ഇന്ന് അതല്ല, സംവിധാനങ്ങൾ മാറി, കംപ്ലൈൻറ്റുകളൊക്കെ കുറഞ്ഞു. പണ്ട് ഒരു ഫോട്ടോ എടുത്താൽ ആദ്യം പറയും നിങ്ങൾ നാളെ വന്ന് പ്രൂഫ് കാണണമെന്ന് പറയും. അതിന് കാരണം ഇതൊക്കെയാണ്. ചിലപ്പോൾ കെമിക്കൽ നല്ലതല്ല എങ്കിൽ പ്രോസസ്സിങ് നടക്കത്തില്ല, പടം കാണത്തില്ല. അല്ല, നമ്മൾ ഫോട്ടോഗ്രാഫർ ഈ ഡാർക്ക് റൂം ഡെവലപ്പ് ചെയ്യുന്ന ആളുടെ കൈ എവിടെയെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ അവിടെ കൈയുടെ പാട് കാണും. ടച്ച് ചെയ്യാവുന്നതാണ്, അത് ടച്ച് ചെയ്ത് കളയും. അല്ലാത്തതൊക്കെ വീണ്ടും ഫോട്ടോ എടുക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി സാങ്കേതിക പ്രശ്നങ്ങൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഡാർക്ക് റൂമിൽ നമ്മൾ ഫോട്ടോ വലുതാക്കാൻ എടുക്കുന്ന ഒരു എലാർജറാണ് ഈ ബാക്കിൽ കാണുന്നത്. ഇതിലാണ് എലാർജർ. ഇതിനകത്ത് ഫിലിം വെച്ചിട്ടാണ് ഫോട്ടോ വലുതാക്കുന്നത്. പിന്നെ പ്രിൻ്റർ ഇതേപോലെ ഒരു ബോക്സിനകത്ത് വെട്ടം വെച്ച് പ്രിൻ്റ് ചെയ്യുന്നു. അങ്ങനെ പല ടെക്നോളജി ആ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇന്നതൊന്നുമില്ല. എന്തിനു പറയുന്നു, ഒരു ഫോട്ടോ എടുക്കാൻ 12 ഫോട്ടോ വേണം ഒരു കല്യാണം എടുക്കാൻ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എടുക്കാൻ, അല്ലെങ്കിൽ 2 റോള്. പൈസക്കാർ പോലും 1 റോളേ എടുക്കുകയുള്ളൂ. 1 റോളെന്ന് പറഞ്ഞാൽ 12 ഫോട്ടോ. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഇവിടുന്ന് കവർ ചെയ്തുകൊണ്ട് പോകും. ഇന്ന ഫോട്ടോകൾ മാത്രമേ എടുക്കാവുന്നു. പറയാൻ കാര്യം, ഒരു കല്യാണം എടുക്കേണ്ടത് 12 ഫോട്ടോയല്ല. അല്ലെ അതുപോലെ പണക്കാരാ 2 3 റോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 3 റോൾ കൊണ്ടുപോകും. സാധാരണ എത്ര റോൾ വേണമെന്ന് പറയും, അതിനനുസരിച്ചുള്ളതേ കൊണ്ടുപോകുള്ളൂ. പറയാൻ കാര്യം, അന്നത്തെ പണത്തിൻ്റെ ദാരിദ്ര്യം, ബുദ്ധിമുട്ട് എല്ലാം ഫോട്ടോഗ്രാഫിയിലും ബാധിച്ചിരുന്നു. പിന്നെ ഫോട്ടോഗ്രാഫർക്ക് അന്നത്തെ കാലത്ത് ഒരു നല്ല പദവി ഉണ്ടായിരുന്നു. ഒരു ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കാൻ ചെല്ലുമ്പോൾ അവർക്ക് ഒരു ബഹുമാനം കിട്ടിയിരുന്നു. ഇന്നതൊന്നുമില്ല. അന്നൊരു സ്ഥാനം കിട്ടിയിരുന്നു ഒരു ഫോട്ടോഗ്രാഫർ എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ ഇന്ന് കാലങ്ങളൊക്കെ മാറി. ഫോട്ടോഗ്രാഫിയിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു. ആർക്കും സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു മേഖലയായി. പണ്ട് ഫോട്ടോഗ്രാഫറെയൊക്കെ ഒന്ന് കാണുമ്പം തന്നെ ആൾക്കാർ ബഹുമാനം തരികയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഫോട്ടോഗ്രാഫിയുടെ കഴിഞ്ഞകാല കഥകളുടെ കുറേ ഭാഗമാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ തുടർന്നും ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ
എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.